ഹലോ എവ്രിവൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സിമ്പിൾ ജാവ പ്രോഗ്രാംസ് ആണ്. ജാവയുടെ കോഡ് ജാവ കോൺസെപ്റ്റ്സ് വച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് ജാവ പ്രോഗ്രാംസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കാം. റൈറ്റ് പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള ഒരു ജാവ പ്രോഗ്രാമാണ് ഈ കിടക്കുന്നത്. സോ ഞാൻ ജാവയുടെ പ്രോഗ്രാം സ്ട്രക്ചർ ഒന്ന് ബ്രീഫായി പറയാം. ഏത് ജാവ പ്രോഗ്രാമിൻ്റെ അകത്തും എല്ലാം ക്ലാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണുള്ളത്. സോ ജാവ പ്രോഗ്രാംസിൽ ബേസിക് ആയിട്ടുള്ളത് ക്ലാസ് ആണ്. ഏത് ജാവ പ്രോഗ്രാം എടുത്താലും അതിൻ്റെ അകത്ത് ഒരു ക്ലാസ് എന്തായാലും മെയിൻ ഫങ്ഷൻ ഉള്ള ഒരു ക്ലാസ് ഉറപ്പായിട്ടും കാണും. മെയിനിലാണ് നമ്മുടെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിൻ ഇല്ല എങ്കിൽ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സോ മെയിൻ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ്. സോ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഒരു ക്ലാസ് ഉണ്ട്, ദർ ഇസ് എ മെയിൻ്റെ ഉള്ളിലാണ് എക്സിക്യൂഷൻ കൊടുത്തിരിക്കുന്നത്. സിൻസ് ദിസ് ഇസ് എ സിമ്പിൾ ജാവ പ്രോഗ്രാം, ഇവിടെ ഞാൻ ആകെ കൂടി ഒരേ ഒരു ക്ലാസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് ജാവയുടെ കോൺസെപ്റ്റ്സ് എന്നതിലുപരി ഒരു പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് എന്ന് കണ്ടാൽ മതി. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയ C++, പൈത്തൺ ഏതെടുത്താലും ബേസിക് കോൺസെപ്റ്റ് ഓഫ് ദീസ് പ്രോഗ്രാംസ് ആർ സെയിം. സോ ഇവിടെ ജാവയുടെ സിൻടാക്സ് വെച്ചാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. സോ ബേസിക് സിൻടാക്സ് ഓഫ് പ്രോഗ്രാംസ് എന്ന് കണ്ടാൽ മതി. സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫാക്ടോറിയൽ ഓഫ് എ നമ്പറാണ്. സോ ഏത് നമ്പറിൻ്റെയും ഫാക്ടോറിയൽ, ഇപ്പോൾ 3ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 3 - 1 ദാറ്റ് ഈസ് 2 × 1. അതായത് ആ നമ്പർ തൊട്ട് അതിൻ്റെ അടുത്ത് അതിനേക്കാളും ചെറിയ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് 1 കിട്ടുന്നവരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് നമ്മൾ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ എന്ന് പറയുന്നത്. 4 ഫാക്ടോറിയൽ വരുവാണെങ്കിൽ 4 × 3 × 2 × 1 ആണ്. സോ നമ്മൾ ഇത് ചെയ്യാനായിട്ട് ഒരു ബേസിക് കോൺസെപ്റ്റായ 4 ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. 4 ലൂപ്പ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ കിട്ടുന്നു എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ ബേസിക് ആയിട്ട് ഉള്ള ഐഡിയ എന്ന് പറയുന്നത്, സോ ഇതിനെ 3 × 2 × 1 എന്ന് എഴുതുന്നതിന് പകരം 1 × 2 × 3 എന്ന് എഴുതിയാലും സെയിം തന്നെയാണ് 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. സോ അതായത് ആദ്യം 1 × 2 കണ്ടുപിടിക്കുക, അതിൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെ മൂവ് ചെയ്യാണ്. 3 എന്ന് പറയുന്നത് എത്തുന്നത് വരെ നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണ് നമ്മൾ എങ്ങനെ ഫാക്ടോറിയൽ ചെയ്യാമെന്ന് നോക്കാം. സോ ഞാനൊരു നമ്പർ എടുത്തിട്ടുണ്ട് 10ൻ്റെ ഫാക്ടോറിയലാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഇനീഷ്യലി ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ ആ വാല്യൂ 10 ഫാക്ടോറിയലിൻ്റെ റിസൾട്ട് കിട്ടാനുള്ള ആ വേരിയബിളിനെ ഞാൻ 1 ആക്കി വെച്ചു. ഫാക്ടോറിയൽ = 1 എന്ന് പറയുന്നൊരു വേരിയബിൾ ആക്കി വെച്ചു. അതിന് ടൈപ്പ് ലോങ് ആണ്. ബിക്കോസ് നമ്മളിപ്പോൾ ഒരു 11, 12 അല്ലെങ്കിൽ ഒരു 100ൻ്റെ ഒക്കെ ഫാക്ടോറിയൽ വരുമ്പോൾ അതൊരു വലിയൊരു നമ്പർ ആകും. അതുകൊണ്ടാണ് ലോങ് എന്ന് പറയുന്ന നമ്പർ എടുത്തത്, ഡാറ്റ ടൈപ്പ് എടുത്തത്. ഇനി നമ്മൾ 4 ആണ്, 4ൻ്റെ ബേസിക് ഒരു സ്ട്രക്ചറാണിത്. ഇവിടെ ഇനീഷ്യലൈസേഷൻ ഇത് ഒരു തവണ മാത്രമേ ചെയ്യുള്ളൂ, വൺസ് മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഇനീഷ്യലൈസേഷൻ. ദെൻ ഇതാണ് കണ്ടീഷൻ നമ്മൾ ഓരോ തവണയും ചെക്ക് ചെയ്യും. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ആദ്യം ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണ് എങ്കിൽ അകത്തേക്ക് കിടക്കും, ഫോൾസ് ആണ് എങ്കിൽ ചെയ്യുകയില്ല. ട്രൂ ആണ് എങ്കിൽ ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻക്രിമെൻറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 10 തൊട്ട് നമ്മൾ 10 എത്തുന്നത് വരെ ആദ്യം നമ്മൾ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അപ് ടു 10 വരെ നമ്മളൊരു ഫാക്ടോറിയൽ എന്ന് പറയുന്ന നമ്പറിലേക്ക് ഓരോ ഡിജിറ്റായി മൾട്ടിപ്ലൈ ചെയ്യാനായി പോവുകയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. 1 < 10 ട്രൂ ആണോ? I എന്ന് പറയുന്നത് 1 ആണ്, നം എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 1 < 10 ദാറ്റ് ഈസ് എ ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് കടന്നു. ഫാക്ടോറിയൽ = ഇൻറ്റു അല്ലെങ്കിൽ സ്റ്റാർ = എന്ന് പറഞ്ഞാൽ F × I എന്നതിന് ഇക്വലൻ്റ് ആണ്. കോമ്പൗണ്ട് അസൈൻമെൻറ്റ് എന്ന് പറയും അതിന്.
സോ ഈ ഒരു ഓപ്പറേറ്ററിൻ്റെ പേരാണ് കോമ്പൗണ്ട് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണത്. എഫ് ഫാക്ടോറിയൽ ഈക്വൽ ടു ഫാക്ടോറിയൽ ഇൻറ്റു ഐക്ക് സെയിം ആണത്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഫാക്ടോറിയൽ ഈക്വൽ ടു ഫാക്ടോറിയൽ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫാക്ടോറിയലിൻ്റെ വാല്യൂ 1 ആണ്. 1 ഇൻറ്റു ഐൻ്റെ വാല്യൂ 1. സോ എഫിൽ 1 എന്ന വാല്യൂ വന്നു. ഇനി നമ്മൾ ഐനെ ഇൻക്രിമെൻറ്റ് ചെയ്യാണ്. ഐ ബിക്കം 2. വീണ്ടും നമ്മൾ നോക്കി 2 എന്ന് പറയുന്നത് 10ൽ താഴെയാണോ ആണ് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഉള്ളിലേക്ക് കടന്നു. ഇപ്പോൾ ഫാക്ടോറിയലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എഫ് ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 2 എന്ന് കിട്ടും. ഇനി ഫാക്ടോറിയലിൻ്റെ വാല്യൂ ഇപ്പോൾ 2 ആയി. നെക്സ്റ്റ് ടൈം ഐ ബിക്കം 3 ആയി കഴിയുമ്പോൾ നമ്മൾ എഫ് ഈക്വൽ ടു എഫിൻ്റെ വാല്യൂ 2 ഇൻറ്റു 3 എന്ന് കിട്ടുന്നു. സോ ഇവിടെ ബേസിക്കായിട്ട് സംഭവിക്കുന്നത് എന്താണ്, നമ്മൾ ആദ്യമേ 1 ഇൻറ്റു 1 ചെയ്തു, പിന്നെ ഇതിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്തു, ഇതിൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്യുന്നു അടുത്ത സൈക്കിളിൽ, ഇതിൻ്റെ കൂടെ ഇനി അടുത്തത് 4 മൾട്ടിപ്ലൈ ചെയ്യും, 5 മൾട്ടിപ്ലൈ ചെയ്യും, 6 മൾട്ടിപ്ലൈ ചെയ്യും, 7 മൾട്ടിപ്ലൈ ചെയ്യും, 8 മൾട്ടിപ്ലൈ ചെയ്യും, 9 മൾട്ടിപ്ലൈ ചെയ്യും, 10 മൾട്ടിപ്ലൈ ചെയ്യും. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മിൻ്റെ വാല്യൂ ഐൻ്റെ വാല്യൂ 11 ആയി കഴിയുമ്പോഴാണ് ഈ കണ്ടീഷൻ ഫോൾസ് ആയി നമ്മൾ പുറത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം 1 ഇൻറ്റു 1 ചെയ്യുന്നു, ഇതിനെ ഒരു വേരിയബിൾ എഫിലേക്ക് എടുത്ത് വയ്ക്കുന്നു. ഇനി ഈ എഫിൻ്റെ കൂടെ ഇൻറ്റു 2 ചെയ്യുന്നു, ഈ എഫ് ഇൻറ്റു 2 ചെയ്ത് ഈ കിട്ടിയ ആൻസറിൻ്റെ കൂടെ മൾട്ടിപ്ലൈഡ് ബൈ 3 ചെയ്യുന്നു, ഈ കിട്ടിയ ആൻസറിൻ്റെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് ഇൻ ഹിയർ. അപ്പോൾ നമ്മൾ ഓരോ തവണ ഐ കൂടി വരുന്തോറും നമ്മൾ ഇവിടെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഈ എഫ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ വാല്യൂ ഓരോ തവണയും അപ്ഡേറ്റ് ചെയ്യുന്നു. ആ അപ്ഡേറ്റ് ചെയ്ത വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഐ ഇവിടെ വേരിയബിൾ ആയിട്ടുള്ള പാർട്ടാണ്. ഈ ഐ എന്ന് പറയുന്നത് ഓരോ തവണയും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 1 2 3 4 എന്ന് പറഞ്ഞ് മാറിക്കൊണ്ടിരിക്കും. ഈ ഐ മാറിയില്ല എന്നുണ്ടെങ്കിൽ, ഐൻ്റെ വാല്യൂ ഇവിടെ പ്ലസ് ചെയ്ത് നമ്മൾ കൂട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ വാല്യൂവിനെ തന്നെ മൾട്ടിപ്ലൈ ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഐക്ക് പകരം ഫാക്ടോറിയൽ ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു നം എന്ന് എഴുതി എന്നിരിക്കട്ടെ. അപ്പോൾ എന്ത് സംഭവിക്കും, ആദ്യം തന്നെ 1 ഇൻറ്റു 10 ചെയ്തു, രണ്ടാമത് ഐ വീണ്ടും ഇൻക്രിമെൻ്റ് ആയി, വീണ്ടും ഐ ഫാക്ടോറിയൽ ഈക്വൽ ടു ഐ ഇൻറ്റു നം എന്ന് തന്നെയാണ്. നമ്മിൻ്റെ വാല്യൂ ഒരിക്കലും മാറുന്നില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഓരോ തവണയും നമ്മൾ ഇതിൻ്റെ വാല്യൂ ഇങ്ങനെ മാറ്റി കൊടുത്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ആൻസർ കിട്ടും. ഇതേ ലോജിക് തന്നെയാണ് നമ്മളോട് ഇപ്പോൾ പറയുകയാണ്. സം ഓഫ് n നമ്പേഴ്സ് 1 + 2 + 3 + എക്സെട്ര അപ് ടു n ചെയ്യാൻ പറഞ്ഞാൽ ഇതേ ലോജിക്ക് തന്നെയാണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ സൈനിന് പകരം ഇവിടെ പ്ലസ് സൈൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രോഗ്രാമിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ ഇതിനെ നമുക്ക് സം ഓഫ് n നമ്പേഴ്സ് ആക്കി മാറ്റാം. ഇവിടെ ഈ മൾട്ടിപ്ലിക്കേഷന് പകരം പ്ലസ് ഈക്വൽ ടു എന്നാക്കി കഴിഞ്ഞാൽ ഇത് സം ഓഫ് n നമ്പേഴ്സിൻ്റെ പ്രോഗ്രാമായി മാറി. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. സോ നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് കടക്കാം. നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഫിബിനോക്കി സീരീസ് ഡിസ്പ്ലോയ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. സോ ഡിസ്പ്ലേ ചെയ്യാനുള്ളൊരു പ്രോഗ്രാമാണ്. അതായത് സീരീസ് കണ്ടാൽ മതി, അതിൻ്റെ സം ഒന്നും നമുക്ക് കിട്ടണ്ട, നമുക്ക് ഫിബിനോക്കി സീരീസ് ജസ്റ്റ് കണ്ടാൽ മാത്രം മതി. സോ ഫിബിനോക്കി സീരീസ് എന്താണ് നമുക്ക് ആദ്യം അറിയണം. ഫിബിനോക്കി സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സീരീസ് ഇൻ വിച്ച് ഫസ്റ്റ് നമ്പറിൻ്റെയും സെക്കൻഡ് നമ്പറിൻ്റെയും സമ്മാണ് തേർഡ് നമ്പർ. അങ്ങനെയുള്ളൊരു സീരീസിനെയാണ് നമ്മൾ ഫിബിനോക്കി സീരീസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 0 ആണ്, സെക്കൻഡ് നമ്പർ 1 ആണ്, തേർഡ് നമ്പർ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മാണ്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് 1 കിട്ടും. ഇനി അടുത്ത നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ഫസ്റ്റ് നമ്പർ, ഇത് സെക്കൻഡ് നമ്പർ. സോ ഈ നമ്പറിനെയും തമ്മിൽ കൂട്ടുന്നു. 1 + 1 ചെയ്തപ്പോൾ 2 കിട്ടി. ഇനി വീണ്ടും ഇത് കഴിഞ്ഞുള്ള അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പുള്ള രണ്ട് നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടുമോ അതാണ് അടുത്ത നമ്പർ. അപ്പോൾ 1നെയും 2നെയും കൂട്ടി 3 കിട്ടി. അടുത്ത നമ്പർ 3 + 2
5 ആണ്. അടുത്ത നമ്പർ 5 + 3 8 ആണ്. അടുത്ത നമ്പർ 8 + 5 13 ആണ്. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ഫിബൊനാച്ചി സീരീസ്. സോ ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പറിൻ്റെയും സെക്കൻഡ് നമ്പറിൻ്റെയും സം ആയിരിക്കും തേർഡ് നമ്പർ. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ തേർഡ് നമ്പർ എന്ന് പറയുന്നത് അതിന് തൊട്ട് മുമ്പുള്ള 2 നമ്പേഴ്സിൻ്റെ സം ആയിരിക്കും. അതാണ് ഫിബൊനാച്ചി സീരീസ്. സോ ഫിബൊനാച്ചി സീരീസ് ഡിസ്പ്ലേ ചെയ്യാൻ ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ. നമ്മളിവിടെയും ഫസ്റ്റ് നമ്പർ ഫസ്റ്റ് n നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ 10 നമ്പേഴ്സിൻ്റെ ഫിബൊനാച്ചി സീരീസാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ n is 10, 10 നമ്പറിനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്പർ T1 is 0. ഫസ്റ്റ് നമ്പർ T1നെ നമ്മൾ 0 ആക്കി വെച്ചു. T2 1 ബിക്കോസ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് 0 and 1. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഫസ്റ്റ് നമ്പർ ആൻഡ് സെക്കൻഡ് നമ്പർ ഇങ്ങനെ കണ്ടുപിടിച്ചത്. ഇനി നമ്മളോട് പറയുകയാണ്, നമ്മൾ എന്ത് ചെയ്തു, i = 1 മുതൽ i less than or equal to n, i ++ വരെ ചെയ്യുകയാണ്. സോ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വന്ന് T1 ആദ്യം നമ്മൾ പ്രിൻ്റ് ചെയ്തു. T1 is 0. 0ൻ്റെ കൂടെ ഒരു പ്ലസ് സൈൻ ഇട്ടിട്ട് നമ്മൾ അടുത്തത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് ഇസ് സം ഈക്വൽ ടു T1 + T2 ചെയ്യുകയാണ്. T1 is 0 + T2 is 1, that is 1 കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു കൈൻഡ് ഓഫ് സ്വാപ്പിംഗ് ആണ്. അതായത് ഇതായിരുന്നു ആദ്യം ചെയ്തപ്പോൾ ഫസ്റ്റ് നമ്പർ, ഇതായിരുന്നു സെക്കൻഡ് നമ്പർ. ഇനി അപ്പോൾ ഈ നമ്പറിൻ്റെ ഫസ്റ്റും സെക്കൻഡും ഇതാണ്. ഇനി നമ്മൾ ഈ 2നെ സംബന്ധിച്ചിടത്തോളം 2 കിട്ടിയത് ഇതിനെയും ആഡ് ചെയ്തിട്ടാണ്. അതായത് ഇതാവണം ഫസ്റ്റ് നമ്പർ, ഇത് സെക്കൻഡ് നമ്പർ ആകണം. സോ ഈ നമ്പറാണ് നമ്മുടെ T1, ഇത് T2 ആയിരുന്നു, ഇത് സമ്മാണ്. നെക്സ്റ്റ് 2നെ സംബന്ധിച്ചിടത്തോളം T1 എന്ന് പറയുന്നത് T2 ആകണം, T2 എന്ന് പറയുന്നത് സം ആകണം. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. സോ സം = T1 + T2 ചെയ്ത് വെച്ചതിന് ശേഷം T2യിലുള്ള വാല്യൂവിനെ നമ്മൾ T1ലേക്ക് എടുത്തു വയ്ക്കുന്നു. T2യിലുള്ള വാല്യൂ നമ്മൾ T1 ആക്കി മാറ്റുന്നു. ഇത് T2യിലുള്ള വാല്യൂവിനെ നമ്മൾ T1 ആക്കി മാറ്റുന്നു. So I will explain with another ring. So this is ഇത് T1, ഇത് T2, ഇത് സം ആയിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്തു, ഇനി അടുത്ത നമ്പറിന് വേണമെങ്കിൽ ഇനി ഇതിനെയും കൊണ്ട് നമുക്ക് ഉപയോഗമൊന്നുമില്ല, ഇത് മാറ്റണം. T1 എന്ന് പറയുന്നത് ഈ പെർട്ടിക്കുലർ T2 ആക്കണം. സോ T1 = T2 എന്നെഴുതി. ഇനി ഈ സമ്മ് കണ്ടുപിടിച്ചതാവണം നമ്മുടെ അടുത്ത T2 എന്ന് പറയുന്നത്. സോ T2 എന്ന് പറയുന്നതിലേക്ക് സമ്മ് എടുത്തു വയ്ക്കുന്നു. സോ എന്നിട്ട് നമ്മൾ i ഇപ്പോൾ 1 ആയിരുന്നു, i become 2 ആയി. i become 2 ആയി കഴിയുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഔട്ട്പുട്ടിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ T1നെ മാത്രം പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് 1നെ മാത്രം പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. 1 പ്ലസ് ഈ പ്ലസ് ഡബിൾ കോഡ്സിലുള്ളത് സ്ട്രിങ് ആണ്, അതങ്ങനെ തന്നെ പ്രിൻ്റ് ആവും. പ്ലസ് ഇപ്പോഴത്തെ T1 എന്താണ്, ഇപ്പോഴത്തെ T1 എന്ന് പറയുന്നത് T2ൻ്റെ വാല്യൂ, അതും 1 തന്നെയാണ്. സോ 1 എന്ന് പ്രിൻ്റ് ചെയ്തു. ഇനി വീണ്ടും നമ്മൾ T2 വീണ്ടും നമ്മൾ ചെയ്യാണ് സം = ഇപ്പോൾ സമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 + 1 ദാറ്റ് ഈസ് 2 ആണ്. ഇനി നമ്മൾ വീണ്ടും T2നെ T1 ആക്കുന്നു. സോ T1 എന്ന് പറയുന്നത് ഇതായി, ഈ 1 ആയി T1. T2 എന്ന് പറയുന്നത് സം കിട്ടിയ ഈ 2 ആയി വെച്ചു. സോ എഗെയിൻ നമ്മൾ iനെ 3 ആക്കുന്നു. i 3 ആക്കി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും T1നെ പ്രിൻ്റ് ചെയ്യുന്നു. T1ൽ ഇപ്പോൾ ഉള്ളത് സോ നമ്മൾ T1 നമ്മൾ വീണ്ടും ഒരു സ്വാപ്പിംഗ് ചെയ്യണം. T2യിലുള്ള വാല്യൂവിനെ T1ലേക്ക് ആക്കുന്നു. സോ നമ്മൾ എന്ത് ചെയ്തു, T2യിലുള്ള വാല്യൂ ഇതായി ഇപ്പോഴത്തെ T1, ഇതായി ഇപ്പോഴത്തെ T2.
അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇവിടെ ബേസിക്കലി ചെയ്യുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെയാണ് നമ്പേഴ്സ് എങ്കിൽ ഇനീഷ്യലി നമ്മളിപ്പോൾ ഈ സീറോ എന്ന് പറയുന്നത് T1 ആയിരുന്നു, T2 എന്ന് പറയുന്നത് 1 ആയിരുന്നു. സോ സമ്മ് കണ്ടുപിടിക്കുന്നു. സമ്മ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ സമ്മ് എന്ന് പറയുന്നത് ഇതാണ്, 1 വരും. ഇനി നമ്മൾ സമ്മ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് T1, ഇത് T2 ആവുന്നു. എഗെയിൻ സമ്മ് കണ്ടുപിടിക്കുന്നു. സമ്മ് കണ്ടുപിടിക്കുമ്പോൾ 2 കിട്ടും. വീണ്ടും നമ്മൾ മാറ്റുന്നു, ഇത് T1 ആവുന്നു, ഇത് T2 ആവുന്നു. വീണ്ടും ഇത് സമ്മ് ആവുന്നു. വീണ്ടും നമ്മൾ ഇത് T1, ഇത് T2, ഇത് സമ്മ്. ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ദിസ് ഈസ് ഹൗ വി ഡിസ്പ്ലൈ ഫിബൊനാച്ചി സീരീസ്. സോ ഈ 3 സ്റ്റെപ്പാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ ആദ്യം സമ്മ് കണ്ടുപിടിക്കുന്നു, ദെൻ നമ്മൾ സ്വാപ്പ് ചെയ്യുന്നു. T1 എന്ന് പറയുന്നത് T2 ആവുന്നു, T2 എന്ന് പറയുന്നത് സമ്മ് ആവുന്നു. ഇനി വീണ്ടും അടുത്ത സമ്മ് വരും. അടുത്ത സമ്മ് വന്നു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ T1 ആൻഡ് T2 സ്വാപ്പ് ചെയ്യുന്നു. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഈ 2 നമ്പേഴ്സിൻ്റെ സമ്മായിരിക്കും ഈ നമ്പർ. ഇപ്പോൾ 3 എന്ന് പറയുന്നത് 1ൻ്റെ അതിൻ്റെ തൊട്ട് മുമ്പുള്ള 2 നമ്പേഴ്സിൻ്റെ സമ്മായിരിക്കും. ദിസ് ഈസ് ഹൗ വി ഡിസ്പ്ലൈ ഫിബൊനാച്ചി സീരീസ്. നെക്സ്റ്റ് ജാവ പ്രോഗ്രാം ഇസ് ടു റിവേഴ്സ് എ നമ്പർ. ഒരു പെർട്ടിക്കുലർ നമ്പറിനെ എങ്ങനെ റിവേഴ്സ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇത് പ്രോഗ്രാമിങ്ങിലൂടെ തന്നെ, അല്ലാതെ വേറെ ഫങ്ഷനുകളൊന്നും യൂസ് ചെയ്യാതെ എങ്ങനെ റിവേഴ്സ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഇവിടെ ഒരു നമ്പറുണ്ട് 1 2 3 4 എന്ന് പറയുന്ന ഒരു നമ്പറുണ്ട്. ഇതിനെ എനിക്ക് റിവേഴ്സ് ചെയ്യണം. സോ എൻ്റെ നമ്പർ എന്ന് പറയുന്നതിൽ ഈ 1 2 3 4 ഉണ്ട്. സോ നമ്മൾ നോക്കുകയാണ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 1 2 3 4നെ നമ്മൾ 10 വെച്ച് ഡിവൈഡ് ചെയ്താൽ, സോ ഇഫ് യു ഡിവൈഡ് ദിസ് വിത്ത് 10 നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. സോ ആദ്യം തന്നെ 1 കിട്ടും. സോ 10 2 3 2 20 3 4 3 34 4 എന്ന് എനിക്ക് റിസൾട്ട് കിട്ടും. അതായത് ഞാൻ ഏത് നമ്പറിനെയും 10 വെച്ച് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഒന്നും കൂടി ചെയ്ത് നോക്കാം. ഇപ്പോൾ 1 2 3 ഡിവൈഡഡ് ബൈ 10 ചെയ്യുകയാണെങ്കിൽ 1 10 2 3 2 23 എന്ന് റിമൈൻഡർ കിട്ടും. ഇനി വേണമെങ്കിൽ 12നെ ബൈ 10 ചെയ്ത് നോക്കാം. 1 10 2 എന്ന് റിമൈൻഡർ കിട്ടും. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനി നമ്പർ ഡിവൈഡഡ് ബൈ 10 its remainder will be last digit of that number. ആ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും നമ്മൾ 10 വെച്ച് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത്. സോ നമുക്ക് റിമൈൻഡർ കണ്ടുപിടിക്കാനായിട്ടൊരു ഓപ്പറേറ്റർ ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് മോഡുലസ് ഓപ്പറേറ്റർ. ആ ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ റിമൈൻഡർ കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ ഡിജിറ്റായിട്ടെടുത്ത് അതിനെ റിവേഴ്സ് ചെയ്യാനാണ്. സോ നമ്മൾ 1 2 3 4 എന്ന് പറയുന്ന നമ്പറിൽ നമുക്ക് ആദ്യത്തെ ഡിജിറ്റ് 4 കിട്ടുകയാണ് എങ്കിൽ ആ 4നെ നമുക്ക് ഇനിയിപ്പോൾ 4 3 2 1 എന്നാണ് വേണ്ടത് എനിക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ റിവേഴ്സ് ചെയ്യാനായിട്ട് ആദ്യം അതിൻ്റെ ഓരോ ഡിജിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓരോന്നായിട്ട് എടുക്കുകയാണ്. സോ ഡിജിറ്റ് ഈക്വൽ ടു നം മോഡ് 10 എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഡിജിറ്റിൻ്റെ അകത്ത് 1 2 3 4 മോഡ് 10 വരുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ വിൽ ബി 4 എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ 4 വെച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സോ റിവേഴ്സ്ഡ് നമ്പർ എന്ന് പറയുന്നത് റിവേഴ്സ് ഇൻറ്റു 10 പ്ലസ് ഡിജിറ്റ് എന്ന് നമ്മൾ എഴുതുകയാണ്. സോ ഇനീഷ്യലി റിവേഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. 0 പ്ലസ് 4 എന്ന് കിട്ടി. സോ ഇതെന്തിനാണെന്ന് നമുക്ക് ഇത് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും. സോ ഇനി നമ്മൾ വീണ്ടും
ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നമ്പറിനെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓൾറെഡി 4 എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ 4ന് ആവശ്യമില്ല. അപ്പോൾ അതിനെ കളയാൻ വേണ്ടിയിട്ട് നമ്പർ ഡിവൈഡഡ് ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 1 2 3 4 ബൈ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് 1 2 3 വരെ വരുള്ളൂ. 1 2 3 പോയിൻ്റ് എന്നേ വരത്തുള്ളൂ. ബിക്കോസ് നമ്മളിവിടെ ഇൻറ്റിജറിനെ തന്നെ എടുക്കുന്നതുകൊണ്ട് ദർ വിൽ ബി എ ട്രങ്കേഷൻ ഹാപ്പനിങ് ഹിയർ. ഇൻറ്റിജറായിട്ട് തന്നെ എടുക്കുമ്പോൾ പോയിൻ്റ് വാല്യൂ അത് കളയും. ശരിക്കും 1 2 3.4 എന്നായിരുന്നു. ആ 0.4നെ അത് നമ്മുടെ ജാവ ട്രങ്കേറ്റ് ചെയ്ത് കളയും. ആ ഒരു ബേസാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഇനി ചെയ്യണമെങ്കിൽ ഇനി ചെയ്യുമ്പോൾ നമ്മൾ ആകെ കൂടി എടുക്കുന്നത് 1 2 3നെ മാത്രം ചെയ്താൽ മതി. സോ നമ്മൾ വീണ്ടും നോക്കി 1 2 3 നോട്ട് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ട്രൂ ആണ്. സോ ഇനി നമ്മൾ വീണ്ടും അടുത്ത നമ്പർ എടുക്കുകയാണ്. റിവേഴ്സ് ഈക്വൽ ടു ഡിജിറ്റ് ഈക്വൽ ടു നം മോഡ് 10 ചെയ്യാണ്. സോ 1 2 3 ഉള്ളൂ. 1 2 3 മോഡ് 10 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് ഇസ് 3. സോ 3 കിട്ടി. ഡിജിറ്റിൽ 3 എന്ന് പറയുന്ന നമ്പറാണുള്ളത്. സോ ഡിജിറ്റ് ഇസ് 3 ആണ്. സോ നമ്മളോട് വീണ്ടും പറയുകയാണ് റിവേഴ്സ് ഈക്വൽ ടു റിവേഴ്സ് ഇൻറ്റു 10. റിവേഴ്സിൽ ഇപ്പോൾ 4 ഉണ്ട്. 4 into 10 is 40 പ്ലസ് 3 എന്ന് പറയുന്ന ഡിജിറ്റ്, ദാറ്റ് ഈസ് 43 കിട്ടുന്നു. സോ റിവേഴ്സ് ഇപ്പോൾ 4 3 വരെ നമുക്കായി. ഇനി 2ഉം 1ഉം കൂടി കിട്ടണം. സോ നമുക്ക് 4 3 വരെ കിട്ടി. സോ ഇനി നമുക്ക് അടുത്ത 4 3 ആയിട്ടുള്ള 2ഉം 1ഉം കൂടി കിട്ടണം. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റു 10 ചെയ്യുന്നത്. അതായത് ഓരോ ഡിജിറ്റ് വൈസ് ലാസ്റ്റ് ഡിജിറ്റിനെ ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പ്ലേസ് ഒന്ന് ഇപ്പുറത്തേക്ക് നീക്കാനായിട്ട് പറ്റും. സോ 10's പ്ലേസ് ആയി. ഇനി വീണ്ടും ഒന്നും കൂടി 43നെ ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ 430 എന്ന് വരും. 430 പ്ലസ് ലാസ്റ്റ് ഡിജിറ്റ് 2 ചെയ്ത് കഴിഞ്ഞാൽ 432 എന്ന് വരും. വീണ്ടും ഒന്നും കൂടി ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ 4320 പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4321 എന്ന് കിട്ടുക തന്നെ ചെയ്യും. സോ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ 4 3 വരെ കിട്ടി. വീണ്ടും നമ്മൾ നമ്പറിനെ ബൈ 10 ചെയ്യുന്നു. സോ ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് 123 ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ 12.3 വരും. 0.3 ട്രങ്കേറ്റ് ചെയ്ത് കളയും. 12 മാത്രമായി. സോ വീണ്ടും 12 എന്ന് പറയുന്നത് 0 അല്ല. സോ എഗെയിൻ നമ്മൾ ഡിജിറ്റ് കണ്ടുപിടിക്കുന്നു. 12 ഡിവൈഡ് മോഡ് 10 ചെയ്യുന്നു. 12 മോഡ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. സോ 2 കിട്ടുന്നു. 2 കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും റിവേഴ്സ് ഈക്വൽ ടു ഇപ്പോൾ 43 ആണ്. 43 ഇൻറ്റു 10 ഈസ് 430 പ്ലസ് 2 ചെയ്യുന്നു. ദാറ്റ് ഈസ് 432 കിട്ടുന്നു. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ വീണ്ടും നമ്മൾ നമ്പറിനെ ബൈ 10 ചെയ്യുന്നു. സോ നമ്പർ വിൽ ബി 1 ആയി മാറുന്നു. സോ നമ്പർ ഇസ് നൗ 1. നമ്മൾ വീണ്ടും ഡിജിറ്റ് ഇസ് മോഡ് 10 ചെയ്യുന്നു. അതായത് 1നെ മോഡ് 10 ചെയ്ത് കഴിഞ്ഞാൽ 1നെ 10 വെച്ച് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ വിൽ ബി 1 തന്നെ ആയിരിക്കും. സോ 1 എന്ന റിമൈൻഡർ കിട്ടുന്നു. സോ ഇനി റിവേഴ്സ്ഡ് നമ്പർ എന്ന് പറയുന്നത് 4 3 2 ഇൻറ്റു 10, ദാറ്റ് ഈസ് 4320 പ്ലസ് ഡിജിറ്റ് 1, ദാറ്റ് ഈസ് 4321 എന്ന് നമുക്ക് റിവേഴ്സ്ഡ് നമ്പർ കിട്ടി. സോ ഇവിടെ ആകെ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഡിജിറ്റ് വൈസ് എടുക്കാനായിട്ട് മോഡ് 10 ചെയ്യുക. അതിനെ പ്ലേസ് ആഡ് ചെയ്യാനായിട്ട് ഒരു റിവേഴ്സ്ഡ് എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക്, അത് ഇനീഷ്യലി 0 ആണ്, മൾട്ടിപ്ലൈഡ് ബൈ 10 പ്ലസ് ആ ഡിജിറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ തവണയും നമ്മുടെ പ്ലേസ് ഇങ്ങനെ ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടേ ഇരുന്നോളൂ. ദിസ് ഇസ് ഹൗ we find reverse of a number in Java. So next program is to find HCF and LCM of two numbers in Java. So HCF എന്ന് പറഞ്ഞ് HCF and LCMൽ LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ അല്ലെങ്കിൽ ഫാക്ടർ ആണ്.
സോ ഇവിടെ നമ്മൾ ചെയ്യുന്ന മെത്തേഡ്, നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, രണ്ട് നമ്പേഴ്സ് ഇപ്പോൾ 10ഉം 15ഉം ഉണ്ട് എങ്കിൽ ഈ രണ്ട് നമ്പേഴ്സിനെയും കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പറിനെയാണ് നമ്മൾ LCM ആക്കി എടുക്കുന്നത്. അതായത് ഇവിടെ ഒരു ആൻഡ് മെക്കാനിസമാണ്. സോ ഇവരിൽ LCMൽ നമ്മൾ N1ഉം N2ഉം ആരെങ്കിലും ഒരു ആദ്യത്തെ ആൾ, ഇപ്പോൾ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ചെറുതും സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് വലുതും, മാക്സിമം നമ്പർ ബിറ്റ്വീൻ N1 ആൻഡ് N2 ഈ സ്റ്റോർഡ് ഇൻ LCM ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് 10ഉം 15ഉം ആണെങ്കിൽ 15 എന്ന് പറയുന്ന നമ്പറിൽ LCM എടുത്ത് വച്ചിരിക്കുകയാണ്. നമ്മൾ ഇനി ഈ 15നെ വെച്ച് N1നെ മോഡുലസ് ചെയ്യാണ്. സോ 15, അതായത് LCMൻ്റെ അകത്ത് നമ്മൾ ഇവരുടെ റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. സോ ഇവർ രണ്ട് പേരും കൂടെ കൂടിയിട്ട് ഒരുപോലെ നമുക്ക് മോഡുലസ് എടുക്കുമ്പോൾ, അതായത് റിമൈൻഡർ എടുക്കുമ്പോൾ രണ്ട് നമ്പറിലും റിമൈൻഡർ 0 വരുന്ന ഏറ്റവും ചെറിയ നമ്പർ ആയിരിക്കും നമ്മൾ LCM ആക്കി എടുക്കുന്നത്. സോ LCM ഓരോ തവണയും 15 കഴിഞ്ഞ് നമ്മൾ ഓരോ തവണയും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ നമുക്ക് കിട്ടും. സോ 15 മോഡ് 10 ചെയ്യുന്നു, 15 മോഡ് 10 ആൻഡ് 15 മോഡ് 15 ചെയ്യുന്നു. സോ ഇവിടെ നോക്കുമ്പോൾ 15 മോഡ് 15 0 ആണ്. പക്ഷേ ഈ ആൻഡിൻ്റെ വർക്കിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ ഉള്ളിലേക്ക് കടക്കുകയുള്ളൂ. ഇത് ട്രൂ അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, LCM ഒന്ന് കൂട്ടി. സോ 15 ബിക്കം 16 ആയി. ഇങ്ങനെ ചെയ്ത് നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയ, ഇത് രണ്ടിനെയും ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു നമ്പർ കിട്ടും. LCM എപ്പോഴും വലിയ നമ്പറും HCF എപ്പോഴും ചെറിയ നമ്പറും ആയിരിക്കും. സോ ഈ രണ്ട് നമ്പേഴ്സിനെയും ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പറിനെ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കണ്ടീഷൻ എപ്പോഴാണോ ട്രൂ ആവുന്നത്, അതായത് LCMൽ വി വിൽ ഗെറ്റ് സച്ച് എ നമ്പർ. ഇപ്പോൾ 15 ഇതിൻ്റെ രണ്ടിൻ്റെയും LCM എടുക്കുന്ന നമ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നമ്പർ എന്ന് പറയുന്നത് ഈ രണ്ടിനെയും ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പറായിരിക്കും. ആ നമ്പർ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്ത് പുറത്തിറങ്ങുന്നു. അത്രയും ചെയ്താൽ മതി, അതിനപ്പുറത്തേക്ക് ചെയ്യേണ്ട. ഇത് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ HCF കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. LCM അറിയാമെങ്കിൽ HCFൻ്റെ ഇക്വേഷൻ ഇസ് രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ LCM ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് HCF. This is how we find HCF and LCM of a number of two numbers. Next question is using switch case. എങ്ങനെ നമുക്ക് ഒരു സിമ്പിൾ കാൽക്കുലേറ്റർ എങ്ങനെ നമുക്ക് പ്രിൻ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഇവിടെ രണ്ട് നമ്പേഴ്സ് 5ഉം 6ഉം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ട്. സോ വി നീഡ് ടു എൻ്റർ ആൻ ഓപ്പറേറ്റർ. സോ ഇവിടെ ഞാൻ ഹാർഡ് കോഡ് ചെയ്തേക്കാണ്. ഓപ്പറേറ്റർ എന്ന് പറയുന്നത് പ്ലസ് ആണ്. സോ നമുക്ക് റിസൾട്ട് എടുത്ത് വയ്ക്കാനൊരു വേരിയബിൾ വേണം. സോ സ്വിച്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇഫ് എൽസ് ലാഡറിൻ്റെ ഒരു ഭംഗിയുള്ള ഒരു രൂപമാണ് സ്വിച്ച് കേസ് എന്ന് പറയുന്നത്. സോ സ്വിച്ച് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഈ ഓപ്പറേറ്ററും ഈ കേസ് വാല്യൂസുമായിട്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നു. ഇതിൽ ആരുമായിട്ടാണ് ഇത് ഈക്വൽ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവരാരുമായിട്ട് ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ ഡീഫോൾട്ട് കേസ് ചെയ്യുന്നു. സോ ഇവിടെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് പ്ലസ് ആണ്. സോ നോക്കുമ്പോൾ പ്ലസ്, ഇവിടെ ഫസ്റ്റ് കേസ് നമുക്ക് കിട്ടി. റിസൾട്ട് ഈക്വൽ ടു ഫസ്റ്റ് പ്ലസ് സെക്കൻഡ്. അപ്പോൾ 5 + 6 കണ്ടുപിടിച്ച് 11 എന്ന് പറയുന്ന ആൻസർ കിട്ടി. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇനി അതല്ല, ഇവിടെ കേസ് മൈനസ് ആയിരുന്നുവെങ്കിൽ ഇത് കിട്ടും. മൾട്ടിപ്ലൈ ആയിരുന്നെങ്കിൽ ഇത് ചെയ്യും. ഡിവൈഡർ ആയിരുന്നെങ്കിൽ ഇത് ചെയ്യും. ഇതൊന്നുമല്ല, നമ്മളിപ്പോൾ ഡോട്ട് എന്നായിരുന്നുവെങ്കിൽ ഇതൊന്നുമല്ല, എറർ ഓപ്പറേറ്റർ ഈസ് നോട്ട് കറക്റ്റ് എന്ന് നമുക്ക് കൊടുക്കുന്നു, റിട്ടേൺ ചെയ്യുന്നു. ഇവിടെ ഈ ബ്രേക്ക് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സ്വിച്ചിൽ നിൽക്കുന്നതിൽ അർത്ഥമില്ല, നേരെ പുറത്തേക്ക് വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. സോ ദിസ് ആർ സം ഓഫ് ദി few simple Java programs. Hope you enjoyed this. Thank you.